ഹായ്, ഇന്നത്തെ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ മിക്ക ആളുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. ഇടയ്ക്ക് എൻ്റെ തലയിൽ നിന്ന് ഊരിപ്പോകുന്ന മുടി കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എൻ്റെ തലയിൽ ഇപ്പോഴും മുടി ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം അത്രമാത്രം മുടിയായിരുന്നു എൻ്റെ തലയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ ഇത്രയും നിന്നും ഞാൻ കാണിക്കുന്ന അത്ര വരെയാക്കി കുറച്ചത് ഞാൻ ചെയ്ത വെറും 7 മാറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ വരുത്തിയ മാറ്റം തല കുളിക്കുന്നതാണ്. ഞാൻ പണ്ട് ഡെയിലി തല കുളിക്കുമായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഞാൻ ഇപ്പം 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലോ ആണ് തല കുളിക്കുന്നത്. യൂട്യൂബിൽ തന്നെ പല ഡോക്ടർമാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി തല കുളിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല എന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഷവറിൽ കുളിക്കുന്നത് നിർത്തി. എൻ്റെ വീട്ടിലെ ബാത്റൂമിലെ ഷവർ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഷവറിൽ കുളിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ മുടി കൈ വെച്ച് ഇങ്ങനെ കോതി നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ മുടി പൊഴിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഷവറിലെ കുളി ഞാൻ നിർത്തി. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഓയിൽ ഉപയോഗിക്കുന്ന വളരെയധികം ഞാൻ കുറച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി കുളിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തല നിറച്ചു എണ്ണ വാരി പൊത്തുമായിരുന്നു. അത് ഞാൻ കുറച്ചിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ മാത്രമേ തലയിൽ എണ്ണ വയ്ക്കത്തുള്ളൂ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കുന്ന കുറച്ചു. ഞാൻ മാസത്തിൽ 3 4 തവണയൊക്കെ ഷാമ്പൂവും കണ്ടീഷണറും തല യൂസ് ചെയ്യുമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റി ഇപ്പം മാസത്തിലാകെ ഒരൊറ്റ തവണ മാത്രമേ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കുന്നുള്ളൂ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ഉപയോഗിച്ച് ഏതു നേരം മുടി ചീകാതിരിക്കുക, പ്രത്യേകിച്ച് നനഞ്ഞ മുടി. ഞാൻ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചീപ്പിട്ട് മുടി കോതാറേ ഇല്ല. കൈ വെച്ച് ജസ്റ്റ് ഉടക്കറുത്തിടത്തേ ഉള്ളൂ. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുമ്പോഴാണ് നമ്മൾ മുടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കിടക്കുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ മുകളിലോട്ട് പൊക്കി വെച്ചാണ് കിടക്കാറ്. അഥവാ നമ്മുടെ മുടി ഉണങ്ങിയില്ലെങ്കിൽ ഇതുപോലെ മുകളിലോട്ട് നിവർത്തിയിട്ടിട്ട് വേണം കിടക്കാൻ. അല്ലാതെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുതുഭാഗത്തോട്ട് മുടിയിട്ട് കിടക്കരുത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിയുകയൊക്കെ ചെയ്യുമ്പോൾ മുടി തുമ്പ് പൊട്ടാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. ഏഴാമത്തെ കാര്യമാണ് എനിക്ക് ഒരുപാട് മാറ്റം തന്നത് റോസ്മേരി വാട്ടർ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന റോസ്മേരി വാട്ടർ അല്ല, ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ആദ്യം ഒരു ബോട്ടിൽ റോസ്മേരി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അതിൻ്റെ ലീഫ് കിട്ടും, 50 രൂപയും കണ്ടേ ഉള്ളൂ ഒരു പാക്കറ്റ്. അപ്പം അത് വാങ്ങിച്ച് തിളപ്പിച്ച് യൂസ് ചെയ്ത് നോക്കി. അതാണ് എൻ്റെ മുടിക്ക് ഒരുപാട് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബോട്ടിലാണോ എടുക്കുന്നത് അതിന് 2 ബോട്ടിൽ വെള്ളം എടുക്കണം. കാരണം നമ്മൾ 2 ബോട്ടിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് തിളപ്പിച്ച് ഒരൊറ്റ ബോട്ടിലാക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് പിന്നെ ആവശ്യത്തിന് റോസ്മേരി ലീഫ് ഇടുക. ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ 3 തവണത്തേക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഉലുവയാണ്. ഉലുവ കുറച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഇതിപ്പോൾ ആദ്യം ഞാൻ എടുത്തത് കൂടിപ്പോയി, പിന്നെ ഞാൻ രണ്ടാമത് കുറച്ചെടുത്തു. അപ്പോൾ ഇതും കൂടെ ഇട്ടാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല മണമാണ് വരുന്നത്. നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമല്ല, അല്ലാതെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. തിളച്ച് നമ്മൾ 2 ബോട്ടിൽ വെള്ളം ഒഴിച്ചത് 1 ബോട്ടിലായിട്ട് വറ്റിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളറും ജസ്റ്റ് മാറും. നല്ല ബ്രൗൺ കളർ ആവും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നമ്മൾ ബോട്ടിലാക്കി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നല്ല ബ്രൗൺ കളർ ആവുന്നത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ച് വെച്ച് ചൂടാറുന്ന വരെ വെച്ചേക്കുക. നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളറേ ഉള്ളൂ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ചൂടൊക്കെ പോയി എടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു കളർ വരും. അപ്പോൾ ആ ടൈമിൽ നല്ല വെള്ള തുണി വെച്ച് അരിച്ചെടുക്കണമെന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ വെള്ള തുണി ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അരിപ്പിൽ അരിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ. എന്നിട്ട് ഇത് ബോട്ടിലാക്കി ആവശ്യത്തിന് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഞാനിത് എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ തലയിൽ സ്പ്രേ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ തന്നെ കഴുകി കളയാറില്ല. കുറച്ച് നേരം വെച്ചിരുന്നിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നിട്ടാണ് തല നല്ലപോലെ വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ എണ്ണ യൂസ് ചെയ്യുന്നതിൻ്റെ അന്ന് തല നല്ലപോലെ ഷാമ്പൂ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന താളിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ ആ എണ്ണ കഴുകി കളയണം. ഞാൻ ഈ 7 കാര്യങ്ങൾ കറക്റ്റായിട്ട് 3 മാസം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല മാറ്റം വന്നു മുടിക്ക്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലപോലെ മുടി കൊഴിച്ചിലുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.